ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അറബിക് ഡിഷായ ഷിക്കഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണിത് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഷിക്കഫ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 വിധം ഫ്രൂട്ട്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മാങ്ങ, മുന്തിരി, ഒരാപ്പിൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം മതി എന്ന് വെച്ചാൽ പഞ്ചസാര വേണ്ട, അല്ലാത്തവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. ഇനിയൊന്നുമില്ല, നമുക്കൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏതുവിധ നട്ട്സ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അവിടെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു 3 പീസ് കിവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറ്. ഇതുപോലെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാംഗോ പൾപ്പാണ്. ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കാതെ, ഒട്ടും വെള്ളവും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കിവി കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കഴിക്കുക. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷിക്കഫ് എന്ന് പറഞ്ഞ ഈ അറബിക് ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.